ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ നടത്തിയ ശിലായുഗ ഭീഷണി പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ തീവ്രത പുതിയൊരു തലത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ഇറാനെ ബോംബെറിഞ്ഞ് ശിലായുഗത്തിലേക്ക് മടക്കുമെന്ന ട്രംപിന്റെ അങ്ങേയറ്റം പ്രകോപനപരമായ പ്രസ്താവനയ്ക്കെതിരെ ഇറാൻ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ജപ്പാനിലെ ഇറാനിയൻ എംബസി പുറപ്പെടുവിച്ച കടുത്ത പ്രതികരണത്തിൽ ട്രംപിന്റെ വാക്കുകൾ വെറുമൊരു ഭീഷണിയല്ലെന്നും മറിച്ച് ലോകത്തെ ഒരു മഹാവിപത്തിലേക്ക് തള്ളിവിടുന്ന യുദ്ധവെറിയാണെന്നും അവർ കുറ്റപ്പെടുത്തി. ഒരു പരമാധികാര രാഷ്ട്രത്തെ ഇത്തരത്തിൽ അപമാനിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇറാൻ ചൂണ്ടിക്കാട്ടുന്നു. ഈ പ്രസ്താവന അങ്ങേയറ്റം പ്രാകൃതമാണെന്നും സമാധാന ശ്രമങ്ങളെ ഇത് പൂർണ്ണമായും തകർക്കുമെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. അമേരിക്കക്കകത്തു നിന്നും ട്രംപിന്റെ ഈ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. കോൺഗ്രസ് അംഗമായ യാസമിൻ അൻസാരി ട്രംപിന്റെ പ്രസ്താവനയെ നീചവും അപകടകരവുമാണ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇത്തരത്തിലുള്ള വാചക കസർത്തുകൾ നയതന്ത്രപരമായ പരിഹാരങ്ങൾക്കുള്ള വാതിലുകൾ കൊട്ടിയടയ്ക്കുമെന്നും മേഖലയെ ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ തന്നെ ഇറാന്റെ കാര്യത്തിൽ വിഭിന്നമായ അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നത് ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ഒരു വശത്ത് സൈനികമായ കരുത്തു കാട്ടാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ മറുവശത്ത് അത് അമേരിക്കയുടെ തന്നെ സുരക്ഷയെ ബാധിച്ചേക്കാമെന്ന ഭീതി പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഈ രാഷ്ട്രീയ വാക്പോരുകൾ കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല, മറിച്ച് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ഇത് ഉലച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ പ്രതിസന്ധി രൂക്ഷമായതോടെ ആഗോള വിപണികളിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തി. ഓഹരി വിപണികൾ കൂപ്പുകുത്തുമ്പോൾ മറുവശത്ത് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് എണ്ണ വിതരണത്തെ ബാധിക്കുമെന്ന ആശങ്ക നിക്ഷേപകർക്കിടയിൽ പരിഭ്രാന്തി പടർത്തുന്നു. ഇന്ധനവില വർദ്ധിക്കുന്നത് വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുമെന്നതിനാൽ ലോകരാജ്യങ്ങളെല്ലാം അതീവ ജാഗ്രതയിലാണ്. സാമ്പത്തിക മാന്ദ്യത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ലോകത്തിന് ഈ യുദ്ധഭീഷണി താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് അവർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നു തന്നെയാണ്. തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതിനും ഭീഷണിപ്പെടുത്തുന്നതിനുമെതിരെ ഇറാൻ തങ്ങളുടെ സൈനിക ശക്തിയും നയതന്ത്ര സ്വാധീനവും പരമാവധി ഉപയോഗിക്കുകയാണ്. ട്രംപിന്റെ പ്രസ്താവന വന്നതിന് പിന്നാലെ മേഖലയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമായിട്ടുണ്ട്. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലാതെ ലോകശക്തികൾ ചേരിതിരിഞ്ഞു പോരാടുന്ന ഒരു അന്താരാഷ്ട്ര പ്രതിസന്ധിയായി മാറുകയാണ്. റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാന്റെ നിലപാടുകളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് വരും ദിവസങ്ങളിൽ നിർണായകമായേക്കും. ട്രംപിന്റെ ശിലായുഗ പരാമർശം പശ്ചിമേഷ്യയിലെ വെടിമരുന്നിന് തീ കൊളുത്തുന്നതിന് തുല്യമായി മാറിയിരിക്കുകയാണ്. നയതന്ത്ര ഭാഷയ്ക്ക് പകരം യുദ്ധത്തിന്റെ ഭാഷ സംസാരിക്കുന്നത് ലോകത്തെ വീണ്ടും ഒരു ശീതയുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്കോ നയിച്ചേക്കാം. ഭൗമരാഷ്ട്രീയമായ മാറ്റങ്ങൾക്കൊപ്പം സാമ്പത്തിക തകർച്ച കൂടി വരുമ്പോൾ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകും. സമാധാന ചർച്ചകൾക്ക് പ്രസക്തി നഷ്ടപ്പെടുകയും ഭീഷണികൾക്ക് മുൻഗണന ലഭിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യം ആധുനിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. വരും മണിക്കൂറുകളിൽ ഇറാൻ എടുക്കുന്ന നിലപാടുകളും അമേരിക്കയുടെ അടുത്ത നീക്കങ്ങളും പശ്ചിമേഷ്യയുടെ ഭാവി നിർണയിക്കും.